ഇന്ന് പല പല സഭകളുണ്ടാക്കി ആ സഭകളുടെ കൂടി നടപ്പുകാരായി ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുന്ന ഇവരെ നമുക്ക് ക്രിസ്ത്യാനികളെന്ന് വിളിക്കാൻ പറ്റുമോ? അതോ ഏതാണ് ശരിയായ ഒരു പദം? ക്രിസ്ത്യാനികളെന്നാണോ ക്രിസ്തു ശിഷ്യരെന്നോ? കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് ഒരു മിസ്നോമറാണ്. ചില ആൾക്കാർ പറയും ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ശിഷ്യൻ എന്ന് പറയുന്നത് നോ, ബോത്ത് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിരുന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരാകാൻ ആഗ്രഹിച്ച് വലിയൊരു ജനക്കൂട്ടം വന്നായിരുന്നു. ആ ജനക്കൂട്ടം അങ്ങോട്ട് പോകുന്നു, അവരെ ആൾക്കാർ വിളിച്ച് ഇതാ അവൻ്റെ വഴിക്കുള്ളവരാ, പീപ്പിൾ ഓഫ് ഹിസ് വേ, പീപ്പിൾ ഓഫ് ദാറ്റ് വേ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു യേശു തമ്പുരാൻ പറഞ്ഞു. അതിന് ആ ആൾക്കാർ അവൻ്റെ വഴിക്കാരെന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ അവരെ വിളിച്ച് അന്ത്യോക്യയിൽ വന്നപ്പോൾ അവിടെ ആരോ ഒരാൾ അവരെ ക്രിസ്ത്യാനികൾ എന്ന് പേരിട്ടു. അത് നല്ല വാക്കാണോ തെറിയാണോ നമുക്കറിയാൻ പാടില്ല. ചുമ്മാതെ വിവരമില്ലാത്ത ആൾക്കാർ അത് കൊണ്ടു നടക്കുന്നു. ഒടുവിൽ ഇവന്മാരത് മെല്ലെ ശിഷ്യന്മാരാണെന്ന് ആക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. കുഞ്ഞൊക്കെ ശിഷ്യനും ക്രിസ്ത്യാനിയും രണ്ടും രണ്ടാണ്. രണ്ടും തമ്മിൽ 180 ഡിഗ്രി വ്യത്യാസമുണ്ട്. ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ചുമ്മാ ഒരു ജാതി, അത്രേ ഉള്ളൂ. ശിഷ്യനെന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് എഴുന്നേറ്റതിന് ശേഷം പല ആൾക്കാർക്ക് പ്രത്യക്ഷനായി, പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവരോട് പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്കുള്ള സകല സംഗതികളുടെയും അധികാരം മുഴുവനും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. ആരോട് പറഞ്ഞു? ശിഷ്യനോട് പറഞ്ഞു. അതുകൂടാതെ നിങ്ങൾ സുവിശേഷ ഘോഷണം നടത്തുക. സുവിശേഷ ഘോഷണം നടത്തുക എന്തുവാ? വായി വരുന്ന കോതയ്ക്ക് പാട്ട് ഞാൻ 2-3 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്, അദ്ദേഹം എപ്പോൾ പ്രസംഗിക്കാതെന്നാലും പൊത്തിഫേറിൻ്റെ ഭാര്യ യൗസേപ്പിൻ്റെ തുണി അഴിച്ചു. അതൊന്നും അല്ല നിങ്ങൾ പ്രസംഗിക്കേണ്ടത്. അതേ സമയത്ത് ഒരു ശകലം സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറയും, അനന്യാസ് സഫീറായും വസ്തു വിറ്റതിനകത്ത് കള്ളത്തരം കാണിച്ചു, 2-ാമത്തിനെ ഒറ്റയടിക്ക് ഞാൻ താഴെ ഇട്ടത് കണ്ടോ? അയ്യോ, ഇതൊന്നും അല്ല വേദപുസ്തകത്തിൽ വിവരിച്ച് സുവിശേഷ ഘോഷണമെന്ന് പറയുന്നത് എന്താണെന്ന് യേശു തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്. ഏത്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് അവരെ ഉപദേശിക്കുക. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ പോയി ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഈ പറഞ്ഞ പന്നക്കഥകളൊക്കെയാണോ? അല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 വായിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് സ്പഷ്ടമാകും യേശു തമ്പുരാൻ പഠിപ്പിച്ച അത്രയേ ഉള്ളൂ. അത് വളരെ സിമ്പിളാണ്, അത് വളരെ ലഘുവാണ്, അത് മൃദുവാണ്. അതിന് വിപരീതമായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ശിഷ്യനാണ്. ശിഷ്യനായി നിങ്ങൾ അങ്ങനെ വേണം പഠിപ്പിക്കണം. പിന്നെ കർത്താവ് പറഞ്ഞത്, മോനെ നിങ്ങൾ പോയിട്ട് സകലരെയും സകല ജാതികളെയും എന്നാണ് പറയുന്നത്. ഏത് സ്ഥലത്ത് മനുഷ്യർ താമസമുണ്ടോ അവിടെ ഒക്കെ പോയിട്ട് അവനെ കണ്ടുപിടിച്ചിട്ട് അവനെ എൻ്റെ ശിഷ്യനാക്കിക്കൊള്ളുവീൻ. ഇതൊരു കൽപ്പനയാണ്. ഇത് നടത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ഈ ശിഷ്യനാകണമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൻ്റെ കാര്യം. ശിഷ്യനാകണമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ? ലീഡറാകണമെന്ന് ആര് പറഞ്ഞു? ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ലീഡറാണെന്ന് ആര് പറഞ്ഞു?
മൈ ചർച്ചിൻ്റെ പഠിപ്പീര് പ്രകാരം നമുക്കൊരു ഇടയനുണ്ട്. അത് നമ്മുടെ ലീഡറാണ്. നമ്മളാരാ? നമ്മളെല്ലാവരും ശിഷ്യന്മാരാണ്. കർത്താവ് പറയുന്ന കൂട്ടത്തിൽ ഒരുത്തൻ സുവിശേഷകനായിട്ട് പോകും, ഒരുത്തനെ വിളിക്കും, ഇവിടെ വരിക, ഇന്ന സ്ഥലത്ത് പോയി ഇന്നത് പ്രവചിക്കുക, അവനൊരു പ്രവാചകനായിട്ട് പോകും. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അപ്പോയിൻമെൻ്റ് കൊണ്ട് നടക്കുന്ന സംഗതികളാണ്. അതല്ല ചുമ്മാ സെൽഫ് സ്റ്റൈൽ ഒരു ബൈബിളെടുത്ത് കക്ഷത്തി വെച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ ആരും ആകുന്നില്ല, നിങ്ങൾ ആരും അല്ല. യേശു തമ്പുരാൻ ഞാൻ ഇടയനാകുമെന്ന് പറഞ്ഞ തമാശയ്ക്ക് പറഞ്ഞതല്ല. അതായത് എസെക്കിയേൽ പ്രവചനം 34 അധ്യായത്തിനകത്ത് തുടക്കത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഈ ഇടയന്മാരെ വെറുക്കുന്നു. എന്തുകൊണ്ട്? നല്ല ആടിനെല്ലാം അവൻ വെട്ടി തിന്നുക, അതിൻ്റെ എല്ലാത്തിൻ്റെ രോമം അവൻ്റെ ഭാര്യയ്ക്ക് നല്ല ഒന്നാം തരം കമ്പിളി ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ ആട്ടിൻകുട്ടികൾ ഉയരത്തിൽ നിന്നും ഇറങ്ങി വരാൻ അറിയത്തില്ല, ചാടുന്നു, കാലൊടിയുന്നു, ആരും അതിനെ എടുക്കുന്നില്ല. അവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, കാലൊടിഞ്ഞാൽ 2 കമ്പോ 2 സ്കെയിൽ മാതിരികൾ എന്തെങ്കിലും വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കെട്ടി തോളത്തിട്ട് അതിനെ കൊണ്ടുവരണം, അതിനെ പരിചരിക്കണം. അവർ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ ശിഷ്യന്മാരാണ്, നിങ്ങൾ അവരെ പരിചരിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ശിഷ്യൻ ഈ സഹോദരങ്ങളെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അവരെ നിങ്ങൾ പരിചരിക്കണം. എന്നിട്ട് ഈ യഹോവയായ ദൈവം എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ കൊണ്ടങ്ങ് പൊറുതി മുട്ടി. നിങ്ങൾ ഇടയന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നത് നിങ്ങളെ കൊണ്ട് ഞാനങ്ങ് പൊറുതി മുട്ടി. അവസാന വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ഇതുവരെ നിങ്ങളെ ആടെന്നല്ലേ വിളിച്ചത്, നിങ്ങൾ ആടല്ല, നിങ്ങൾ മനുഷ്യരത്രേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മനുഷ്യരത്രേ, ഞാനോ നിങ്ങളുടെ ദൈവം. ഇടയനെന്നല്ല അവിടെ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. ഇവിടെ ഏറാർക്കി എന്ന് പറഞ്ഞ ഒന്ന് ശിഷ്യന്മാരുടെ ഇടയിലുണ്ട്. അതെന്താണെന്നറിയാമോ? ഒന്ന്, നമുക്കൊരു ഇടയനുണ്ട്. ആ ഇടയൻ നമ്മളെ നടത്തും. നമ്മൾ അനുസരണത്തോടുകൂടി, അവിടെ അനുസരണം എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. അനുസരണത്തോടുകൂടി നമ്മളെല്ലാം ചെയ്യണം. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചിരുന്നാൽ, അതാത് സമയത്ത് നമ്മൾ ചെയ്യേണ്ട സംഗതികളെക്കുറിച്ച് കർത്താവ് നമുക്ക് ഓരോ വെളിപ്പാടുകൾ തരും. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് കർത്താവ് 3 വെളിപ്പാടുകൾ തന്ന ഒന്നാണ് മൈ ചർച്ച്. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്, ദ ഗേറ്റ്സ് ഓഫ് ഹേഡീസ് ഷാൽ നോട്ട് പ്രിവെയിൽ ഓൺ ദാറ്റ്. അതിനർത്ഥം എന്താ? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കർത്താവേ സ്തോത്രം. ഞാനും അത് കേട്ടിട്ട് പറഞ്ഞു, കർത്താവേ സ്തോത്രം. ഞാനും അങ്ങനെ തന്നെ പറയുന്നു. പിന്നെ കർത്താവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിരുന്നാൽ, നിങ്ങൾ പോയി എല്ലാവരും എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ. അങ്ങനെ വരുന്നതാണ് ഈ ശിഷ്യന്മാരാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞിരുന്നാൽ, കർത്താവിൻ്റെ താഴത്തെ ഹെയറാർക്കിയിലുള്ളവരാണ് ഈ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ. അത് അവരെ ശിഷ്യന്മാരാക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. നമ്മളോടാണ് പറഞ്ഞിരിക്കുന്നത്, അവരെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ. അതിന് നമ്മൾ എന്ത് വേണമെന്നറിയോ? കർത്താവിൻ്റെ ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, പാപം ചെയ്യരുത്. കർത്താവ് ഒരു പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടു. അവളെ കൊല്ലാൻ എല്ലാവരും തീരുമാനിച്ചു. കൊല്ലാനാണ് മോശ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കൊന്നോളി. പക്ഷെ ഒരു കാര്യം, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ, പിന്നെ ആർക്കും അറിയാം. അവളെ കർത്താവ് ശിക്ഷിച്ചില്ല. പിന്നെ കർത്താവ് പറഞ്ഞ വേറൊരു സംഗതി നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടത്, വേല ചെയ്യാത്തവൻ തിന്നാതിരിക്കട്ടെ. കർത്താവ് അല്ലത് പറഞ്ഞത്, പൗലോസ് അപ്പോസ്തലനാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വേല ചെയ്യാത്തവൻ തിന്നാതിരിക്കട്ടെ. ശിഷ്യനാണോ അവൻ വേല ചെയ്യണം.
അവൻ വേല ചെയ്യണമെന്നുള്ളതിന് എന്താണ് തെളിവ്? യേശു എന്തോ ചെയ്തോ അത് ചെയ്യുന്നവരാണ് ശിഷ്യൻ. യേശു ഒരു കാർപ്പൻ്ററുടെ വേല ചെയ്തു. നമുക്ക് മീൻ പിടിക്കാനാണോ? പോവുക, മീൻ പിടിക്കുക, അതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്നും അപ്പനും അമ്മയും സഹോദരങ്ങളെ പുലർത്തുക, സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെച്ചേക്കുക. സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെച്ചേക്കുക എന്ന് പറഞ്ഞാൽ മൈ ചർച്ചിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ആ പൈസ കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ തരാൻ പറഞ്ഞിട്ടില്ല. ഒരുത്തനും മൈ ചർച്ചിന് വേണ്ടി ഒരു പൈസ തരാൻ ഞങ്ങൾ അവനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. കാരണം ഞങ്ങൾ വാങ്ങിക്കുകയില്ല, ഞങ്ങൾ കൊടുക്കുന്നവരാണ്. എന്തുകൊണ്ട്? കൊടുക്കുന്നത് വാങ്ങുന്നതിനേക്കാൾ നല്ല കർമ്മമായിട്ട് സ്വീകരിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ചുരുക്കമായിട്ട് നിങ്ങളോട് പറയാം, ക്രിസ്ത്യാനിക്ക് വേദപുസ്തകത്തിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ശിഷ്യന് സകല പ്രോമിസും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങേയറ്റം നിങ്ങൾക്കറിയാമോ, നിങ്ങളെ മകനായിട്ട് സ്വീകരിച്ചു, അതിൻ്റെ വല്ല ബലക്ഷയം വന്നാലോ എന്ന് വിചാരിച്ച് നിങ്ങളെ പിന്നെ ദത്തെടുത്തു ഈ പിതാവായ ദൈവം. അതെന്തിനാ? നിയമസാധ്യത വരുന്നതിന് വേണ്ടിയിട്ട്. അത്രത്തോളം കരുതലോടുകൂടി നിങ്ങളെ പരിപാലിച്ച ദൈവത്തെ നമ്മൾ ഗുരുവും കർത്താവുമായി സ്വീകരിക്കുന്നു എങ്കിൽ ശിഷ്യനാകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ 2 വരി പാടാം, അതാണ് ശിഷ്യനാകാനുള്ള മാർഗം. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.